അപ്പോൾ ഇന്ന് എഗ് മസാലക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. മുട്ട മസാലക്കറി നമ്മളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കില്ലേ. എല്ലാവരും പല രീതികളിലായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഞാനിന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വാച്ച് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് എഗ്ഗ് മസാലക്കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഞാൻ 2 വലിയ സവോള വളരെ തിന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ ജീരകവും 2 ഏലക്കയും പിന്നെ കുറച്ച് കറുവാപ്പട്ട 2-3 പീസ് കറുവാപ്പട്ടയും 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ 2 വലിയ തക്കാളി നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അരച്ച്. നമുക്കിതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാലയുണ്ട്, മുളക് പൊടിയുണ്ട്, ഓയിലുണ്ട്. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാനിത് ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ അകത്തേക്ക് എരിവും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നമ്മൾ മുട്ട ഇതിലേക്കിടാം. പതുക്കെ എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഉള്ളി വെച്ചിട്ട് പേസ്റ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിക്കാം. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി മൂപ്പിക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ. കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂപ്പിച്ചെടുക്കാം മസാല. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ കാഷ്നട്ടാണ്. അപ്പം ഞാനൊരു 8 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ചിലർ അരച്ച് ചേർക്കുകയും ചെയ്യും. അരച്ച് ചേർക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് നമുക്ക് വരുന്നത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ചേർക്കുമ്പോഴാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് നമ്മൾ വളരെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് കാഷ്നട്ടിന് പകരം നമുക്ക് വേണമെങ്കിൽ കടലമാവ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടുകയും ചെയ്യും, ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളമോടെ ഒഴിക്കുവാണ്. ആദ്യം നമ്മൾ 1 ഗ്ലാസ് ഒഴിച്ചു. അത് ഫുള്ള് നമ്മുടെ മസാല വേകാനായിട്ട് നമ്മൾ ഫുള്ളെടുത്തു. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട റെഡിയായോ നോക്കാം.
നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം.